സുഗമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനാണെങ്കിൽ ആ പ്രകാശൻ്റെ തടവറയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദേവികയും സിദ്ധാർത്ഥനും ചേർന്ന് CMനെ കാണാനായിട്ട് പോയിട്ട് മന്ത്രി ബാലകൃഷ്ണൻ അതിന് സമ്മതിക്കണില്ല. അങ്ങനെ അവർ തിരികെ വരാണ്. വന്നു കഴിഞ്ഞതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മിനിസ്റ്ററെ കാണാൻ പോയിട്ട് എന്തായി, മിനിസ്റ്റർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മിനിസ്റ്റർ സമ്മതിക്കണില്ല. അന്നത്തെ ആ ഒരു ഇഷ്യൂ ഇല്ലേ, ആ പ്ലാന്റിന് അനുമതി കൊടുത്ത അതോടുകൂടി മിനിസ്റ്റർക്ക് എന്നോട് ചെറിയ ദേഷ്യമുണ്ട്, അതുകൊണ്ട് മിനിസ്റ്റർ CMനെ കാണാൻ പോകാൻ ഞങ്ങളെ അനുവദിച്ചില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ടോ, ഓ നിങ്ങൾ വലിയ MLA മുൻ MLA ഒക്കെ ആണല്ലോ, എന്നിട്ട് എന്താ CMനെ കാണാൻ പറ്റാത്ത, നിസാര ആൾക്കാരാണെങ്കിലും കാണാൻ പറ്റുമല്ലോ, എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വിട്ടേരെ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം ഈ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, പ്രഭ താൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പം ഞാനും ഒരു പാർട്ടിയിൽ വിശ്വസിച്ച് ആ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച ആളല്ലേ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പാർട്ടി അത് തള്ളിക്കളയില്ല, പാർട്ടി നേതാക്കളെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കും, നിങ്ങൾക്ക് സാധിക്കാത്തത് എനിക്ക് സാധിക്കാൻ പറ്റുമെന്ന് പറയുമ്പം ഈ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, താൻ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ പാർട്ടിക്കാരെയും വെച്ച് ഉപരോധം നടത്തും, എന്തെങ്കിലും ചെയ്തോളാം, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മകനെ കണ്ടെത്തണം, നിങ്ങളെയും കൊണ്ട് ഇനി ഒന്നിനും സാധിക്കൂല എന്നും പറഞ്ഞ് ഈ സിദ്ധാർത്ഥനെ കുറ്റപ്പെടുത്തുമ്പം സിദ്ധാർത്ഥന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം തൻ്റെ പറച്ചിൽ കേട്ടാൽ ഇതിന് പ്രശ്നക്കാരെല്ലാം ഞങ്ങളാണെന്ന് തോന്നൂലോ, താനല്ലേ ഈ കുഴപ്പത്തിനൊക്കെ കാരണക്കാരി, നന്ദൻ പല തെറ്റുകളും ചെയ്തു, അത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചു, നന്ദൻ ഒരാളെ കൊന്ന വിവരം തന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് താൻ ഞങ്ങളോട് പറഞ്ഞത്, അതല്ലേ ഏറ്റവും വലിയ തെറ്റ്, ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പം പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പ്രഭാവതി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലുണ്ടാവും. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, വേണ്ടച്ചാ അമ്മയെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തണ്ട, അമ്മയുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, നീ ഒരു മനുഷ്യനാണോടി, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കോ, എന്തായാലും നന്ദനെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീ നടക്കുന്നത് നന്ദനോട് പകരം വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, നീ അല്ലെങ്കിൽ തന്നെ അവനെ ഉപേക്ഷിച്ച് പോയവളല്ലേ, പിന്നെ എന്തിനാ നീ നന്ദൻ്റെ കാര്യത്തിൽ ഇടപെടണേ, ഇനി നീ നന്ദൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഈ ദേവികയെ നല്ലോണം തന്നെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥന് നല്ല ദേഷ്യം വന്നിട്ട് സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അത് നന്നായി, ഇപ്പോൾ ദേവികയ്ക്കാണോ കുഴപ്പം മുഴുക്ക, നിൻ്റെ മോനല്ലേ ഒരാളെ കൊന്നത്, അല്ലാതെ ദേവിക പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അവൻ ഋഷിയെ കൊന്നത്, അതിന് കൂട്ടു നിന്നതാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്കൊക്കെ നന്ദൻ പോയിട്ട് അതെല്ലാം പ്രഭ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയല്ലായിരുന്നോ, ഇന്ന് തന്നെ മന്ത്രി ബാലകൃഷ്ണൻ ചോദിക്കണ കേട്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി, നന്ദൻ ആ ഇസബല്ലയുടെ കൂടെ എങ്ങാനും ആണോന്ന് അയാൾ ചോദിച്ചേന്ന്. അത് കേട്ടതും പ്രഭാവതിയുടെ ദേഷ്യത്തിന് കുറച്ച് മയം വരുന്നുണ്ട്. പ്രഭാവതി എന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം ദേവിക പറയുന്നുണ്ട്, വേണ്ട അച്ഛാ ഓരോന്ന് പറഞ്ഞ് അമ്മയെ കുത്തി നോവിക്കണ്ട, അമ്മയുടെ ഇഷ്ടം പോലെ ഞാൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തിലാണ്. ഇസബല്ലയും കെവിനും ഋഷിയെ തട്ടിക്കൊണ്ടുപോയോ എന്നുള്ളൊരു സംശയം അരുന്ധതിക്ക് ഉണ്ടെങ്കിലും അതിന് തക്കതായ തെളിവൊന്നും അരുന്ധതിയുടെ കയ്യിലില്ല താനും. അങ്ങനെ അരുന്ധതി CPയെ വിളിച്ച് വരുത്തുന്നുണ്ട്. CP വന്നതും, എന്തായി മാഡം, ഇസബല്ലേനെയും കെവിനെയും കാണാൻ പോയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പം ഇല്ല CP ഒരു വിവരവും കിട്ടിയില്ല, അവർക്ക് ഋഷിയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് തന്നെയാണ് പറയണേന്ന് പറയുമ്പോൾ ഈ CP പറയുന്നുണ്ട്, ചിലപ്പോൾ അവർ പറയണത് നേരായിരിക്കും മാഡം, അങ്ങനെയാണെങ്കിൽ ഋഷി എവിടെ, ഋഷിയെ ഇനി CP തന്നെ എവിടെയെങ്കിലും തട്ടിക്കൊണ്ടു ഇതാണോ എന്ന് ചോദിക്കുമ്പം CP ആണെങ്കിൽ വല്ലാണ്ട് നിന്ന് പരുങ്ങുന്നുണ്ട്. എന്തായാലും ഈ CPയും അരുന്ധതിക്ക് സംശയമാകുന്നുണ്ട്. കാരണം എയർപോർട്ടിലേക്ക് കൊണ്ടുപോയ CP എയർപോർട്ടിലെത്തി ഋഷി അവിടെ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇനിയിപ്പോൾ ശരിക്കും CP ഋഷിയെ എവിടെയെങ്കിലും മാറ്റിയേക്കണയാണോ എന്നുള്ളൊരു സംശയവും കൂടി അരുന്ധതിയുടെ മനസ്സിലേക്ക് വരുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട്, സത്യം പറ CP, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഋഷിയെ CP തന്നെയാണോ എവിടെയെങ്കിലും മാറ്റിയേക്കണേന്ന് ചോദിക്കുമ്പോൾ CP ചോദിക്കുന്നുണ്ട്, മാഡം എന്തൊക്കെയാണ് ഈ പറയണേ, ഞാൻ അങ്ങനെ മാഡത്തിനോട് ചെയ്യുമോ, ഋഷിമോനെ ഞാൻ എൻ്റെ സ്വന്തം മോനായിട്ടല്ലേ കാണണേ, അങ്ങനെയുള്ള ഋഷിമോനൊരു ആപത്ത് വരാൻ ഞാൻ കൂട്ട് നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് CP, എന്തായാലും CP ആയിട്ട് എവിടെയെങ്കിലും മാറ്റിയേക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നെന്ന്. ആ സമയത്ത് CP നിന്ന് പരുങ്ങുന്നുണ്ടെങ്കിലും പിന്നീടൊന്നും CP പറയണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെ ഇങ്ങനെ ആരോ കെട്ടിയിട്ടേക്കാണ്, വായിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചേക്കണത് കൊണ്ട് തന്നെ ഋഷിക്കാണെങ്കിൽ ഒന്നും മിണ്ടാനും പറ്റണില്ല. അങ്ങനെ ഋഷി മയങ്ങി കിടക്കണ പോലെ കിടക്കണ സമയത്ത് 2 ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഗുണ്ടകൾ വന്നതും എന്തിനാ നിനക്ക് ഇതുവരെ മയക്കം മാറിയില്ലെന്നും ചോദിച്ച് ഋഷിയോട് ഒച്ചെടുത്തതും ഋഷിയാണ് ഈ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് അതിലൊരു ഗുണ്ട നല്ല ദേഷ്യത്തോടു കൂടി വന്നിട്ട് ഋഷിയുടെ ചെകിടത്തടിക്കുന്നുണ്ട്. ആ സമയം ഋഷിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റണില്ല. കാരണം ഋഷിയുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കണോണ്ട് ഋഷിക്ക് വാ തുറക്കാനേ പറ്റണില്ല. എന്നിട്ട് ഋഷിയെ ഒരുപാട് മർദ്ദിക്കുന്നുണ്ട്. നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാടാ, നീ എല്ലാം ചേർന്ന് ഞങ്ങളെ ചതിച്ചില്ലേടാന്നൊക്കെ ചോദിച്ചാണ് മർദ്ദിക്കുന്നത്. അത് ആരുടെ ഗുണ്ടകളാണെന്നൊന്നും നമുക്ക് മനസ്സിലാവണേ ഇല്ല.
അങ്ങനെ തല്ലു കൊള്ളണ നേരത്ത് ഋഷി ഈ നന്ദനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നന്ദനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു, അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്കിപ്പോൾ കിട്ടണേ. ഇനിയിപ്പോൾ എന്നെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നേക്കുന്നത് നന്ദനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട് നന്ദനായിരിക്കില്ല, ചിലപ്പോൾ ആ പ്രഭാവതി ആയിരിക്കും. എന്തായാലും ഞാൻ മരിച്ചു എന്നുള്ളത് അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരെന്നെ തട്ടിക്കൊടുന്നേക്കണേ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. കെവിനാണെങ്കിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്, ബെല്ല നമ്മളുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു, ഇനി എങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആയാലോ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് കെവിനെ നമ്മൾ ഇവിടുന്ന് പോവുക, നന്ദൻ എവിടെയാണെന്ന് ഇതുവരെയും നമുക്കൊരു സൂചന പോലും കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ഋഷിയെക്കുറിച്ചും ഒരു സൂചന കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതിൽ പിടിച്ച് അന്വേഷിക്കാമായിരുന്നു. ഇതിപ്പോൾ നന്ദനെയും ഋഷീനെയും കടത്തിക്കൊണ്ട് പോയത് ആരാന്ന് നമുക്കൊരു സൂചന പോലുമില്ല. ഇനിയിപ്പോൾ ഋഷിയെ പണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയെങ്കിൽ ഇതിനോടൊക്കെ തന്നെ മേഡത്തെ വിളിച്ച് അവർ പൈസ ആവശ്യപ്പെട്ടേനെ, അങ്ങനെയും ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ പാപ്പൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്, നമ്മളെ കൂടാതെ വേറെ ആരോ ഒരാളും കൂടി കളിക്കുന്നുണ്ട്, അയാളുടെ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇനിയും ഋഷിയെ കിട്ടിയില്ലെങ്കിൽ ആ ആൻറ്റി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ സ്വഭാവം നിനക്കറിയാലോ, അവർ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു സ്ത്രീയാണ്. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, അവർ നമ്മൾ എന്ത് ചെയ്യാനാ, നമ്മളതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾക്കല്ലേ അറിയുള്ളൂ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ അവരുടെ വിചാരം നമ്മൾ ഋഷിയെ തട്ടിക്കൊണ്ട് പോയി എന്നല്ലേ, അതുകൊണ്ട് അവർ നമ്മളെ കൊല്ലാനും മടിക്കൂല കേട്ടോ എന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്നാലും ഈ ഋഷി നന്ദനും ഇത് എവിടെ പോയി കിടക്കുമായിരിക്കുമോ, അവരെക്കുറിച്ചൊരു സൂചന പോലും ഒരു സ്ഥലത്തൊന്നും കിട്ടണില്ലല്ലോ. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പല കൊട്ടേഷൻ ടീമിനോടും ചോദിച്ചു, പക്ഷെ അവർക്ക് ആർക്കും നന്ദനെക്കുറിച്ചോ ഋഷിയെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഇതേ സമയം നമ്മളുടെ മുരളിയാണെങ്കിൽ ഭാർഗവിയുടെ അടുത്ത് പറയുന്നുണ്ട് നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ല. ആ സമയം ഭാർഗവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഭാർഗവി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ദേവിക MLA ആയി എന്നിട്ടും സ്വന്തം ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ഒരു നീക്കവും നടത്തണില്ല, അവളിപ്പോഴും പാർട്ടി പ്രവർത്തനവും ഉദ്ഘാടനവും ഒക്കെ ആയിട്ട് ആഘോഷമായിട്ടാണ് നടക്കണേ, അവൾക്ക് നന്ദൻമോനെ കാണാതെ ഇതിലും ഒരു വിഷമവും ഇല്ല എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അമ്മ ഇതെന്തൊക്കെയാണ് പറയണത്, ദേവികയ്ക്ക് വിഷമം ഉണ്ടെങ്കിലും ദേവികയ്ക്ക് അത് പുറമെ കാണിച്ച് കരഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ, ഒന്നുമില്ലെങ്കിലും അവൾ സ്ഥലം MLA അല്ലേ, ആ ഒരു തൻ്റെ ഇടം അവൾ കാണിക്കണ്ടേ, അവൾ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോണത് അതുകൊണ്ട് തന്നെ, അല്ലാതെ അമ്മ ഉദ്ദേശിക്കുന്നത് പോലെ നന്ദനോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല എന്ന് പറയുമ്പം ഗൗരിയും പറയുന്നുണ്ട്, അമ്മ എപ്പോഴും ഇത് തന്നെയാണ് പറയണത്, ദേവികയ്ക്ക് നന്ദനെ ആവശ്യമില്ല എന്ന്, അമ്മയാണോ തീരുമാനിക്കണത് ദേവികയ്ക്ക് നന്ദനെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്, അതൊക്കെ ദേവികയും നന്ദനും അല്ലേ തീരുമാനിക്കണ്ടേന്നും ചോദിച്ച് ഈ മുരളിയാണെങ്കിൽ ഭാർഗവിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഇതിപ്പോൾ ദേവികേനെ നന്ദൻ സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എനിക്കിപ്പോൾ നന്ദമോൻ തിരിച്ചെത്തിയാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ പ്രഭകുഞ്ഞിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ്. ഗിരീഷിനാണെങ്കിൽ ആരോടോ ഫോണിൽ സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ രജനി അങ്ങോട്ട് വന്നുണ്ട്. രജനി വന്നതും എന്തായി ഗിരി, ആരാ വിളിച്ച്, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല രജനി, ഇതുവരെയും ഒരു വിവരമില്ല, അച്ഛനും ദേവികയും സീമനെ കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കുമ്പം ഗിരീശൻ പറയുന്നുണ്ട്, സീമനെ കാണാൻ പറ്റില്ല, അതെന്താണെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, മന്ത്രി ബാലകൃഷ്ണൻ സീമനെ കാണാൻ അവരെ അനുവദിച്ചില്ല എന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അതിന് മന്ത്രിക്ക് എന്താ കാര്യം സീമനെ കാണരുതെന്ന് പറയാമെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, അന്ന് ആ ഒരു പ്ലാന്റിന് ദേവിക അനുമതി കൊടുത്തല്ലോ, അതോടുകൂടി ദേവികയോടുള്ള താല്പര്യം അവർക്ക് പോയി, ഇപ്പം അവർ ദേവികയോട് ദേഷ്യത്തിൽ തന്നെ, അതുകൊണ്ട് ദേവികയും സാറും ചെന്നിട്ട് സീമനെ കാണാനായിട്ട് മന്ത്രി അനുവദിച്ചില്ല എന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുക്കണമെന്ന് പാർട്ടിക്കാരൊക്കെ ദേവികയുടെ അടുത്ത് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയതല്ലേ, അന്നേരം അവൾ അതിന് അനുമതി കൊടുക്കാതെ നിന്നല്ലേ എന്ന് ചോദിക്കുമ്പം പിന്നീട് ദേവിക അനുമതി കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് രജനിക്ക് അറിയില്ലേ, നിൻ്റെ അമ്മയും ആങ്ങളെയും നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് ദേവികയ്ക്ക് ഇഷ്ടമല്ലാതിരുന്നിട്ടും ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്. ആ കാര്യത്തിൽ ദേവിക നിരപരാധി തന്നെയാണ്. അന്ന് ഞാനും സിദ്ധാർത്ഥൻ സാറും ദേവികയോട് ഒരുപാട് മോശമായി പെരുമാറി, എന്നിട്ടും ദേവിക ആ സത്യമൊന്നും ആരോടും പറഞ്ഞില്ല, എല്ലാവരുടെയും പഴി കേട്ട് മിണ്ടാതെ നിൽക്കുമായിരുന്നു. അവസാനം വേറൊരു മാർഗ്ഗമില്ലാന്ന് കണ്ടപ്പോഴാണ് ദേവിക ആ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. എന്തായാലും അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുത്തതോടുകൂടി പാർട്ടിയിൽ കുറേ പേര് ദേവികയ്ക്ക് എതിരായിരുന്നു, അതുകൊണ്ടാണ് മന്ത്രി ഇന്ന് സീമിനെ കാണാൻ ദേവികയ്ക്ക് അനുമതി കൊടുക്കാതിരുന്നതെന്ന്. അപ്പോൾ അവൾ വലിയ MLA എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവൾക്ക് ഇത്രയ്ക്കുള്ള വിലയൊക്കെ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം ഗിരീഷിനാണ് ഈ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ രജനിയുടെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയാണ്. നന്ദനോട് ഗുണ്ടകൾ ഫുഡ് കഴിക്കാൻ പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ഫുഡൊന്നും വേണ്ട, എന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചാൽ മതി എന്ന് പറയുമ്പം ഗുണ്ടകൾ പറയുന്നുണ്ട്, സാറ് അങ്ങനെ അങ്ങോട്ട് പോയാലോ, സാറിനെ ഞങ്ങൾ കൊടുക്കുന്നതിന് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാവാതെ സാറിനെ വിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്ത് ലക്ഷ്യമാണെന്ന് ചോദിക്കുമ്പം
എന്തായാലും പ്രകാശ് സാറിൻ്റെ ജീവിതം തകർത്തത് സാറൊക്കെ ചേർന്നിട്ടല്ലേ, അതുകൊണ്ട് സാറിനെ ഞങ്ങളങ്ങനെ ചുമ്മാ വിടുമെന്ന് കരുതിയാണോ സാറ് ഇരിക്കണേന്ന് ചോദിക്കുന്നത്. നന്ദൻ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നെ രക്ഷിക്കാൻ കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ എന്തിനാണ് സാറിനെ രക്ഷിക്കണത്? പ്രകാശ് സാറിൻ്റെ ജീവിതം തകർത്തതിന് സാറിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ സാറിനെ ഇവിടെ പിടിച്ചുകൊണ്ടു നിർത്തിയേക്കണേന്ന്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, അപ്പോൾ പ്രകാശ് എന്നെ രക്ഷിക്കാനാന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പ്രകാശ് സാറിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും നിങ്ങളെ കൊല്ലണോ വളർത്തണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കണേന്ന്. അത് കേട്ടതും നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് നന്ദൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ പ്രകാശ് എന്നെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതൊന്നുമല്ല, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കണേ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം ഈ ഗുണ്ടയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഗുണ്ട ആ ഫോൺ എടുത്തതും എന്താ സാറേ എന്ന് ചോദിക്കുമ്പം അതും ചോദിക്കുന്നുണ്ട്, അത് പ്രകാശാണോ എന്ന് ചോദിക്കുമ്പം അതെ, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് ആ ഫോൺ തന്നേന്ന് പറയണം. അങ്ങനെ ആ ഗുണ്ട നന്ദന് ഫോൺ കൊടുത്തതും നന്ദൻ ചോദിക്കുന്നുണ്ട്, പ്രകാശ് നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണേ, എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പം ഈ പ്രകാശ് മേനോൻ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയത്തിന് നന്ദന് വീണ്ടും പേടിയായിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അത് ചോദിച്ചപ്പോൾ ചിരിക്കണേ, ശരിക്കും നീ എന്നെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നത് എന്നെ കൊല്ലാനായിട്ടാണോ എന്ന് ചോദിക്കുമ്പം നിനക്ക് എങ്ങനെയാണ് നന്ദ ഇത് കൃത്യമായിട്ട് മനസ്സിലായത്? എന്തായാലും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ഈ ഫോൺ അവനക്ക് കൊടുക്കുമെന്ന് പറയണു. അങ്ങനെ നന്ദനാണെങ്കിൽ ഫോൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഗുണ്ട നന്ദൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയെടുത്തിട്ട് എന്താ സാറേ ഇനി ഇവനെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, ഇനി അവനെ അധികം വെച്ചുകൊണ്ടിരിക്കണ്ടെന്ന് പറയണു. അപ്പോൾ ശരി സാറേ, കാര്യങ്ങൾ ഞങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞ് ആ ഗുണ്ട ഫോൺ വെച്ചതും നന്ദൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ ആ ഗുണ്ടയോട് ചോദിക്കുന്നുണ്ട്, അവൻ എന്താ പറഞ്ഞേ, എന്നെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം വേറെ ഒന്നും അല്ല പറഞ്ഞേ, തന്നെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാനാണ് പറഞ്ഞതെന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ ആ ഒരു ഗുണ്ടയെ തള്ളി വീഴ്ത്തിയിട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. ആ സമയം ഗുണ്ടകളെല്ലാവരും കൂടി അവനെ വിടരുത് പിടിക്കുന്നു പറഞ്ഞ് ഈ നന്ദൻ്റെ പുറകെ ഓടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷാണെങ്കിൽ ബൈക്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗിരീഷിൻ്റെ ബൈക്കിൻ്റെ മുന്നിലേക്ക് ഒരാൾ ഓടി വരുന്നുണ്ട്. അത് കണ്ടതും ഗിരീഷ് വേഗം തന്നെ ബൈക്ക് നിർത്തിയിട്ട് നോക്കുമ്പോൾ അയാൾ ബൈക്കിൻ്റെ മുമ്പിൽ വീണ് കിടക്കുകയാണ്. ഇത് ആരായിരിക്കോ എന്തായിരിക്കോ പറ്റിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഗിരീഷ് വന്ന് ആ ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ഇത് നന്ദനാണല്ലോ, നന്ദൻ എന്താ ഇവിടെ, നന്ദൻ എങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നന്ദാന്നും പറഞ്ഞ് കുലുക്കി വിളിക്കുന്നുണ്ടെങ്കിലും നന്ദൻ ആ സമയത്ത് ബോധം പോയി കിടക്കുകയാണ്. ആ നേരത്താണ് ആ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നത്. ഗിരീഷിനെ കണ്ടതും ഗുണ്ടകൾ ഗിരീഷിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും എന്താണെന്ന് ചോദിച്ച് ഗിരീഷ് ദേഷ്യപ്പെട്ടതോടുകൂടി ഗുണ്ടകളാണെങ്കിൽ പേടിച്ച് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഗിരീഷൻ നന്ദാന്നും പറഞ്ഞ് വിളിച്ച് നന്ദനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ടും നന്ദനെ എഴുന്നേൽക്കണമൊന്നുമില്ല. വേഗം തന്നെ വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് നന്ദൻ്റെ മുഖത്ത് തെളിച്ചതും നന്ദൻ കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറന്ന് ഗിരീഷിനെ മുമ്പിൽ കണ്ടതും നന്ദൻ ഗിരീഷേട്ടാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കണം. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.